അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നൂർ ഫാത്തിമയുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞ സ്റ്റോറിയിൽ നമ്മുടെ മദീനയിലെ ദുരന്തത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ആ കഥയുടെ അവസാന ഭാഗം പറഞ്ഞ് നമ്മുടെ ഒരു കടമ കൂടിയാണല്ലോ അത്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളല്ലേ, അവർ ഉംറക്ക് പോയിട്ട് അത്രയും ആൾ വെന്ത് മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാവില്ലേ ഒരു സങ്കടം. ഞാനത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ എൻ്റെ കൂട്ടുകാരോടത് പറഞ്ഞ് നമുക്കൊന്ന് ദുആ ചെയ്താൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കട്ടെ പഠിച്ചോന്ന് വിചാരിച്ചിട്ട് ആണ് പറഞ്ഞത്. അതൊരു പക്ഷേ നമ്മളാണെങ്കിൽ നമ്മളെ കുടുംബത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര വിഷമമുണ്ടാവും. അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ടാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ കമൻറ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയി. ഒരു പക്ഷേ നമുക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് ഒരു ഗതി വരികയാണെങ്കിലോ, ഒരു കുടുംബത്തിൽ 18 പേരാണ് അള്ളാഹുവിൻ്റെ അരികിലേക്ക് യാത്ര ആയത്. സത്യം പറഞ്ഞാൽ പറയാൻ കഴിയണില്ല, എനിക്കതിനെക്കുറിച്ച് കണ്ണീരുണ്ട്. പക്ഷേ പലരുടെയും കമൻറ്റ് കണ്ടപ്പോൾ സങ്കടം വന്നു കേട്ടോ. കാരണം ഞാൻ വിചാരിക്കണ് നമ്മൾക്കാണെങ്കിൽ ഒരു ഗതി വന്നിരുന്നെങ്കിൽ അതെ നമ്മളെല്ലാവരും കൂടി എന്ന് വെച്ചാൽ നമ്മളൊരു വലിയൊരു ഏകദേശം ഒരു 35,000 ആളെ ഈ ഒരു സ്റ്റോറി കാണുന്നു, 35-40. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ആമീൻ പറഞ്ഞാൽ അത് അവരുടെ ഖബറിലേക്ക് എത്തൂലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാരണം മക്കയുടെയും മദീനയുടെയും അറബി ഉമ്മേൻ്റെ ഒക്കെ കഥ പറയുന്ന ആൾക്കാർ. നൂർ ഫാത്തിമ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയുള്ള നമ്മൾ കഥ കൊണ്ടുപോയിക്കണത്. അറബി ഉമ്മ എന്ന് വെച്ചാൽ മദീനയിലെ ഉള്ളൊരു സ്ത്രീയാണ്, അൻസ്വാരി വനിതകളിൽപ്പെട്ട സ്ത്രീയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതൊക്കെ ഉള്ള സംഭവം തന്നെയാണ് കേട്ടോ. അവർ ചെയ്ത നന്മകളൊക്കെ നമ്മൾ ഒരുപാട് ചാനലുകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനാസ്പദമാക്കിയുള്ളൊരു കഥയാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ കഥയിൽ അത് ഉൾപ്പെടുത്തിയത് ആർക്കും പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. കാരണം ഞാൻ വിചാരിച്ച് നമ്മുടെ സഹോദരങ്ങളിൽ ഉംറക്ക് പോയതല്ലേ, മദീനയിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരുടെ ഹൃദയം ഒന്ന് പൊട്ടിപ്പോവല്ലോ. ആ ഒരു അപകടം ഒരു തീഗോളമായി മാറി എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഇതൊക്കെ എല്ലാ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കാണുന്നില്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയണമെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചിട്ടോ. അപ്പോൾ നിങ്ങളോട് ഞാൻ ആദ്യമായിട്ട് സോറി പറയാണ് കഥയിൽ അതൊക്കെ ഉൾപ്പെടുത്തിയത്. അതേപോലെ നൂർ ഫാത്തിമൻ്റെ സൗന്ദര്യത്തിനെ കുറിച്ച് ചോദിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഈ കഥയിലൂടെ കുറച്ചെങ്കിലും കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറയാന്നുള്ള രീതിയിലാണ്. ഇപ്പോഴത്തെ ആളുകൾ വെച്ചാൽ മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ കൂടുതൽ. അപ്പോൾ ഈ ഒരു ടിപ്സ്, അതായത് നൂറ് യാ അള്ളാഹു നൂറ് സമാവാത്തി എന്നുള്ള കഥ, അത് ആ ഒരു സംഭവം ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ചാനലിൽ പുതിയ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്ക് കൂടി ഉപകാരപ്പെട്ട് വിചാരിച്ചിട്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ട ഖുർആനല്ലേ, വേറൊന്നുമല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റേതായ കമൻറ്റും വായിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നപ്പോൾ ഞങ്ങളോട് സോറി പറയണം. സോറി, എല്ലാവരും ക്ഷമിക്കണം എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ. ഏതായാലും നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ മൈൻഡ് ഞാൻ റെഡിയാക്കട്ടെ കേട്ടോ. അറബിയുമ്മ അവരോട് പറയുന്നു, അതെ, നമ്മൾക്ക് എത്തുവാനുള്ള ആളുകളെല്ലാം ഏകദേശം സെറ്റായി. ഇനി ഇവരുടെ നിക്കാഹ്. പക്ഷേ അതിനു മുമ്പായിട്ട് മറ്റൊരാളുടെ കൂടി വിളിക്കാനുണ്ട് എനിക്ക്. ആ നിമിഷം തന്നെ അറബിയുമ്മ അതാ വിളിക്കുകയാണ് ഹംദയുടെ പിതാവിനെ. ഹലോ, ആ അറബിയുമ്മ പറയൂ. ആ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിന്നോടൊരു ഫംഗ്ഷനെ കുറിച്ച്. ആ ഫംഗ്ഷനിലേക്ക് പങ്കെടുക്കുവാൻ നീയും ഫാമിലിയും വരുമെന്ന് എനിക്കറിയാം. വരില്ലേ? ആ ഞാൻ തീർച്ചയായും ഞാൻ വന്നിരിക്കും. എന്ത് ഫംഗ്ഷനാണ്? എന്ത് ഫംഗ്ഷനായാലും വരില്ലേ? ഒരു നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം നൽകാനാണ് ഞാൻ വിളിക്കുന്നത്. നിക്കാഹോ? ഒരു നിമിഷം അദ്ദേഹം തൻ്റെ മകളെ ഓർത്തു. തൻ്റെ ഹംദ, അതെ, സന്തോഷത്തോടു കൂടി അവളെ എനിക്ക് നിക്കാഹ് കഴിപ്പിച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ഷക്കീല എന്നൊരുത്തി കാരണം, എൻ്റെ 2ാം ഭാര്യ അത്രക്കും ക്രൂരയായ പെണ്ണായത് കാരണം എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ. പക്ഷേ എൻ്റെ മകൾക്ക് കഴിഞ്ഞില്ലെങ്കിലും മറ്റൊരു നിക്കാഹിന് കൂടാൻ അതും ഭാഗ്യം തന്നെയാണ്. അറബിയുമ്മ, തീർച്ചയായും ഞാൻ വന്നിരിക്കും. എനിക്കെൻ്റെ മകളുടെ നിക്കാഹിന് കൈപിടിച്ച് കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല. പക്ഷെ അപ്പോഴേക്കും അവൾ എന്തായി ഒന്നും എനിക്കറിയുന്നില്ല. അതെ, എൻ്റെ ഭാര്യ ഇവിടെ പൊട്ടിച്ചിരിക്കുകയാണ്. അത് നന്നായി പോയത്, അവളുടെ സ്വത്തിനൊക്കെ അവകാശി ഞാനാണല്ലോ എന്നൊക്കെ പറഞ്ഞ്. എന്തിനാണ്
ജീവിതത്തിൽ സമാധാനമല്ലേ വേണ്ടത്? അറബിയുമ്മ, ഇവളെ കല്യാണം കഴിച്ചതിന് ശേഷം സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അതെ, അതിനിടയിൽ 2 കുട്ടികളുമായി. പക്ഷേ നിരന്തരം അവളെന്നെ പീഡിപ്പിക്കും. ഞാനൊരു ആണാണ്, അവളൊരു പെണ്ണാണ്. പക്ഷേ ചില പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാൾ വളരെയധികം മുൻപിലായിരിക്കും. ഒരിക്കലും അവരെ തകർക്കാൻ, തടുത്തു നിർത്താൻ കഴിയില്ല. അഥവാ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും, നിങ്ങളെന്നെ പീഡിപ്പിച്ചു, നിങ്ങളെൻ്റെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഭീഷണികൾ മുഴക്കുമ്പോൾ അറിയില്ലല്ലോ നിയമം അതിൻ്റേതായ വഴിക്ക്. പ്രത്യേകിച്ച് സ്ത്രീകൾ കേസ് കൊടുത്താൽ അവരുടെ ഭാഗത്തായിരിക്കുമല്ലോ കൂടുതൽ നിയമം എന്ന് കരുതിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഭയന്ന് ജീവിക്കുകയാണ് ഇവളുടെ മുമ്പിൽ. ഹംദയെ, എൻ്റെ പൊന്നുമോൾ ഹംദയെ ഭ്രാന്തിയാക്കി മാറ്റിയത് ഇവൾ തന്നെയാണ്. അതെ, എങ്ങോട്ടും കൊണ്ടുപോകാൻ ഒന്നും സമ്മതിക്കൂല, അങ്ങനെ കൂട്ടിലിട്ട കിളിയെപ്പോലെ. എന്നാൽ അജ്മൽ എന്ന ആ പൊന്നുമോൻ വന്നപ്പോൾ എല്ലാം ശരിയായി. പക്ഷേ അജ്മലിനെയും അവൾ വെറുപ്പിച്ചു. അജ്മൽ എന്നെ മകളെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഗർഭിണിയാക്കി എന്നുള്ള രീതിയിൽ വരെ ഇവൾ പറഞ്ഞുണ്ടാക്കി. പക്ഷേ ഡോക്ടറുടെ ആ ഒരു റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോവുകയായിരുന്നു. അത് വെറും പച്ചക്കള്ളമാണെന്ന് പിന്നീട് മനസ്സിലായി. എന്ത് ചെയ്യാൻ, ഇങ്ങനെ ഒരുത്തി എൻ്റെ ചുമലിലുണ്ടല്ലോ. സാരമില്ല, എന്തായാലും നിങ്ങൾ വരൂ ഹസൻ. അതായത് ഒന്നും വിഷമിക്കേണ്ട, ഭാര്യയോ മക്കളെ എല്ലാവരെയും കൂട്ടി വരൂ, ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. അറബിയുമ്മയുടെ ആ സാന്ത്വന വാക്കുകൾ കേട്ട് ഒരു നിമിഷം ഹംദയുടെ പിതാവ് കണ്ണുനീർ തുടച്ചു. റബ്ബേ, മടുത്തു പോയിട്ടുണ്ട്, എല്ലാം ഉണ്ട്, സ്വത്തുണ്ട്, സമ്പത്തുണ്ട്. പക്ഷേ ഈ ഒരു ഭാര്യ കാരണം ഒരുപാട് വിഷമങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നത്. സത്യമായിട്ടും അയാൾക്ക് വെറുത്തു പോയിരുന്നു. അവളുടെ കാൽ കീഴിൽ തന്നെയാണ് എൻ്റെ ജീവിതം. അവൾ പറയുന്നതിനനുസരിച്ച് എൻ്റെ പൊന്നുമോൾ ഹംദ സ്വതന്ത്രമായിരുന്നു. അതെ, അന്ന് സിനാൻ എന്ന സെർവൻ്റുള്ള സമയത്ത്, അതെ, സിനാന് ഭക്ഷണം കൊണ്ടു കൊടുത്തു എന്നതിൻ്റെ പേരിലാണ് അവളെ പൂട്ടിയിട്ടത്. സത്യമായിട്ടും അതൊന്നും എനിക്കൊരിക്കലും മറക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ എന്ത് ചെയ്യാൻ? ഏയ് ഹസൻ, കരയാതിരിക്കൂ. പിന്നെ എന്തായാലും നാളെ തന്നെ വരൂ. മറ്റന്നാളെയാണ് കേട്ടോ ഫംഗ്ഷന്. നാളെ വന്നിട്ട് നമുക്കൊന്ന് സംസാരിക്കാം കാര്യങ്ങളൊക്കെ. എന്നിട്ട് മറ്റന്നാളെ നമുക്ക് രാവിലെ തന്നെ നിക്കാഹ് കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. ഒരു നിമിഷം ആ പിതാവ് അറബിയുമ്മയോട് ചോദിച്ചു, അറബിയുമ്മ, എൻ്റെ ഹംദയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ, നമുക്ക് ശ്രമിക്കാം. പക്ഷേ നിങ്ങൾ ഉപദ്രവിച്ച സ്ഥിതിക്ക്, പിന്നെ ഒരു കിളവിനുമായി വിവാഹത്തിന് വേണ്ടി തയ്യാറായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവരെന്ത് ചെയ്തു അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. സ്വന്തം മക്കളല്ലേ. അബു ഹസൻ, ഞാൻ പറയട്ടെ, മക്കളാകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെ കൈ വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. അതെ, ആരുടെയെങ്കിലും മനസ്സ് ഒരാൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ, അതെ, ഒരു കറുത്ത പുള്ളി വീഴും. അതെ, അത് വേദനയുടെയും വിഷമത്തിൻ്റെയും ആയിരിക്കും. എന്നാൽ ആ നിമിഷം അവർക്കെതിരെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബ് അത് സ്വീകരിക്കും. അക്രമിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും എന്നാണല്ലോ. ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. ആ പെണ്ണ് ആ ചെറുപ്രായത്തിൽ തന്നെ എത്രമാത്രം വേദന അനുഭവിച്ചു, വേദന സഹിച്ചു. റബിയുമ്മ, ഒരിക്കലും അത് ഞാനല്ല, ശരിയാണ്. പക്ഷേ എങ്കിലും നീയും പലതവണ അവളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ആദ്യ ഭാര്യയിലെ മകളെ പരമാവധി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിച്ചു മാറ്റപ്പെട്ടില്ലേ? അതിൻ്റെ വേദന, വിഷമം അവൾക്കുണ്ടായി കഴിഞ്ഞു. അങ്ങനെ ആ വിഷമം കൂടിക്കൂടി ഒരു മെൻ്റലിസമായി മാറി അവൾക്ക്. അതാണ് സംഭവിച്ചത്. ഇനിയൊരിക്കലും അങ്ങനെയുള്ള അവസരം ഉണ്ടാക്കരുത്. അതിന് എൻ്റെ മോൾ കൈവിട്ട് പോയില്ലേ, ഇനി എനിക്ക് കിട്ടില്ലല്ലോ. എൻ്റെ മോൾ എവിടെയാണെന്ന് പോലും എനിക്കറിയുന്നില്ല. വിഷമിക്കേണ്ട ആവശ്യമില്ല. പടച്ച റബ്ബുണ്ടല്ലോ, എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അബു ഹസൻ, നിങ്ങൾ ധൈര്യമായി വന്നേക്കൂ. എന്തായാലും അങ്ങനെ അയാൾ നേരെ ഭാര്യ ഷക്കീലയുടെ അരികിലേക്ക് പോകുന്നു. ഷക്കീല, എന്താണ്? മറ്റന്നാളൊരു ഫംഗ്ഷനുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. അതിന് നമ്മൾ നാളെ പുറപ്പെടണം. എന്ത് ഫംഗ്ഷനാണ്? എവിടെയും വെച്ച് എന്നെ വഷളാക്കുന്ന രീതിയിലുള്ള ഫംഗ്ഷനൊന്നും
ഞാൻ വരില്ല കേട്ടോ. എനിക്ക് അതിൻ്റേതായ സ്ഥാനം എവിടെയും വേണം. മനസ്സിലായല്ലോ? ഭർത്താവിനോട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അത്. അബു ഹസൻ പറഞ്ഞു, തീർച്ചയായും നിന്നെയും മക്കളെയും കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ ഒരിക്കലും വരാതിരിക്കരുത്. ഏയ്, ഞാൻ വരാതിരിക്കുന്നില്ല. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അവിടേക്ക് ഞാൻ വന്നിരിക്കും. എന്ത് കർമ്മത്തിനാണെന്ന് പറഞ്ഞില്ല. ഒരു നിക്കാഹ് കർമ്മത്തിന്. എനിക്കെൻ്റെ പൊന്നുമോൾ ഏതായാലും മിണ്ടരുത്. അതിനെക്കുറിച്ച് പറയണ്ട. അവൾ ആ ഭ്രാന്തി എവിടെയോ അലയുന്നുണ്ടാവും. ഒരു പക്ഷേ മരിച്ചു പോയിരിക്കും. ജീവൻ തന്നെ പോയിരിക്കും. ഷക്കീല, നീ എന്താണ് ഈ പറയുന്നത്? എൻ്റെ മോളെക്കുറിച്ച് നീ പറയുമ്പോൾ നിനക്ക് വേദന ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ ഹൃദയമാണവൾ. ഓ, ഹൃദയം. എന്നിട്ടാണല്ലോ അവളെ ശ്രദ്ധിക്കുക പോലും നിങ്ങൾ ചെയ്യാതിരുന്നത്. ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ വരും, അവളെ ഇവിടെ ആക്കിയിട്ട്. അങ്ങനെയൊക്കെ എത്രയെത്ര. നീയല്ലേ അതിൻ്റെയൊക്കെ ഏജൻറ്റ്. നീ പറയും അവൾ ഇവിടെ പഠിക്കുകയാണ്, എഴുതുകയാണ്, അവൾ ശല്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞിട്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളാവുമ്പോൾ ശ്രദ്ധിച്ചല്ല മതിയാവോ. അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെ. ശരിക്കും അറബി ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. ഷക്കീല, നീ ചെയ്ത പരാക്രമങ്ങൾ അതൊന്നും പടച്ചോൻ പൊറുക്കൂലട്ടോ. എൻ്റെ മകളെ നീ ഇരുട്ടറയിലിട്ട് എത്ര... നോ, അതിനും കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ സംരക്ഷിച്ചില്ല? ഞാൻ അവളുടെ ഉമ്മയല്ല, ഞാൻ അവളുടെ ഒരു ഏളാമയുടെ സ്ഥാനത്താണ്. പക്ഷെ എനിക്കൊട്ടും സ്നേഹമില്ല അവളോട്. എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ പിതാവായ സ്ഥിതിക്ക് നിങ്ങൾ തന്നെയാണ് അതിൽ മുൻകൈ എടുക്കേണ്ടിയിരുന്നത്. തൻ്റെ ഭാഗത്ത് പറ്റിപ്പോയ തെറ്റുകൾ ഓർത്ത് അബൂ ഹസൻ അതാ പൊട്ടി പൊട്ടി കരഞ്ഞു. ഏയ്, ഇനി വല്ലാതെ മൂങ്ങിയിട്ട് കാര്യമില്ല. എന്താന്നില്ലേ, പടച്ച റബ്ബിനോട് മാപ്പപേക്ഷിച്ചു. റബ്ബേ, എൻ്റെ പൊന്നുമോൾ എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല. എന്ത് ചെയ്യാൻ, ഇവളുടെ വാക്ക് കേട്ടിട്ട് ഞാനതിലങ്ങ് വീണുപോയി. അതെ, ഞാനും കുറ്റക്കാരൻ തന്നെ. എൻ്റെ പൊന്നുമോളെ ഞാൻ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു. ഉപദ്രവിച്ചില്ല. അതെ, അവളെ ഉപദ്രവിക്കുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യാൻ, അവളെ അവിടെ കൊണ്ടുപോയിട്ടപ്പോൾ പല പ്രോഗ്രാമിന് ഇതുപോലുള്ള പല സംഭവങ്ങൾക്ക് പോകുമ്പോൾ അതെ, അവളെ ഞാൻ കൊണ്ടുപോകാറില്ലായിരുന്നു. ഓ പിന്നെ അബു ഹസൻ, എന്താ? അതായത് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല. നിങ്ങളുടെ മകൾ ഏതായാലും ഇല്ലല്ലോ. ഇപ്രാവശ്യത്തെ ഫംഗ്ഷന് ഒരുപാട് ഉഷാറായിരിക്കും. കാരണം ശല്യമായ ഹംദ ഇല്ല കൂടെ. അതുതന്നെയാണ് വലിയ സന്തോഷം. മറ്റേത് എവിടേക്കെങ്കിലും യാത്ര സന്തോഷത്തോടു കൂടി ഞാനും എൻ്റെ മക്കളും നിങ്ങളും പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഹംദ ഇല്ലാഞ്ഞിട്ട് എന്നുള്ള ചിന്ത മാത്രമായിരിക്കും. ഒരു 100 തവണ നിങ്ങൾ അതിനെക്കുറിച്ച് പറയും. പക്ഷേ അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ സമാധാനമുണ്ട്. നിങ്ങൾ അത് പറയില്ലല്ലോ. അവൾ എങ്ങോ പോയിട്ടുണ്ടാവും. ഒരിക്കലും ഈ ദുനിയാവിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എപ്പോഴും ഹംദ എന്നുള്ളൊരു ചിന്തയായിരിക്കും നിങ്ങൾക്ക്. ഇനി അത് ഉച്ചരിക്കാതെ എനിക്കും എൻ്റെ മക്കൾക്കും സുഖമായി നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാലോ. ആ ശല്യം പോയതും വലിയൊരു ഭാഗ്യം. എനിക്കപ്പോൾ ആ ബുദ്ധി തോന്നിയത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവൾ ഇന്നും ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ടാകും. ഷക്കീല, അല്പം ദയയോടെ നീ സംസാരിക്കണം. എൻ്റെ മകളെക്കുറിച്ച് നീ മറ്റൊന്നും പറയരുത്. അതെനിക്കിഷ്ടമല്ല. എനിക്കത് സഹിക്കാൻ കഴിയില്ല. ഞാൻ മരണപ്പെട്ടതിന് ശേഷം എൻ്റെ മോളെ പഠിച്ചോൻ കൊണ്ടുപോയാൽ മതി. ഞാനൊരു പിതാവല്ലേ, അതിനെക്കുറിച്ച് ആലോചിച്ചൂടെ നിനക്ക്? തുടങ്ങി തന്തയുടെ കണ്ണുനീര്. മക്കളാണെന്ന് കരുതിയിട്ട് എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കണം. എനിക്കുമുണ്ടല്ലോ 2 മക്കൾ. നിങ്ങളെന്താ അവരെക്കുറിച്ച് അങ്ങനെ പറയാത്തത്? നിൻ്റെ മക്കളെ നീ പൊന്നു പോലെ നോക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഹംദക്ക് ഉമ്മയില്ലല്ലോ. ഉമ്മയില്ലാത്ത എൻ്റെ മോളല്ലേ. എൻ്റെ മോൾക്ക് എൻ്റെ സ്നേഹവും കിട്ടിയില്ല, ഉമ്മാൻ്റെയും കിട്ടിയില്ല. പാവം എൻ്റെ കുട്ടി. എന്നാൽ അജ്മൽ എൻ്റെ മോളെ നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്നു. ഓഹോ, നിങ്ങൾക്കെപ്പോഴും ആ അജ്മലിനെ കണ്ടല്ലേ? ആ അജ്മലൊക്കെ എവിടെ പോയി കിടക്കണാവോ? അജ്മൽ എപ്പോഴും അജ്മൽ എന്നുള്ള ചിന്ത. അതെ, അജ്മലിനെ ഞാനും കൊതിച്ചൊരു ചെറുപ്പക്കാരൻ തന്നെയായിരുന്നു. അത്രക്കും സൗന്ദര്യമുള്ള ആളെയൊന്നും അവൾക്ക് കിട്ടണ്ട. എനിക്കതൊരു വാശിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അറബിയുമായുള്ള കല്യാണം ഞാൻ ഉറപ്പിച്ചതും. എന്നിട്ട് എന്തായിടി, അറബിക്ക് ബുദ്ധിയില്ലാത്ത പോലെ ആയില്ലേ? ഓർമ്മശക്തി നഷ്ടപ്പെട്ട അറബിയൊക്കെയാണോ നീ എൻ്റെ മോളെ വിവാഹം ഉറപ്പിച്ചത്? അതിനെന്താ, അയാൾക്ക് ഇഷ്ടം പോലെ സ്വത്തും മുതലും ഉണ്ടല്ലോ. പിന്നെപ്പം എന്താ, നിനക്ക് എപ്പോഴും ആ ഒരു ചിന്ത മാത്രമേ ഉള്ളല്ലോ. ഒരു സ്വത്ത്, പണം എന്നുള്ള നിനക്ക് വേറൊരു ചിന്തയില്ലേ? അതെനിക്ക് അത്യാവശ്യം തന്നെയാണ്. അതില്ലാതെ എന്ത് ജീവിതം? ആ കിളവനായ അതെ, ആ 2ാം കെട്ടുകാരനെ കൊണ്ട് എൻ്റെ മോളെ കല്യാണം അന്വേഷിച്ച നീ എന്താ പറഞ്ഞത്? എൻ്റെ മറ്റു മക്കളോട് സ്നേഹമില്ലെന്നോ?
ഈ പിതാവിൻ്റെ എൻ്റെ മക്കളാണെങ്കിൽ എനിക്ക് എൻ്റെ എല്ലാ മക്കളും ഒരുപോലെ തന്നെയാണ്. എൻ്റെ 2 മക്കളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നിന്നിൽ പിറന്ന. എന്നാൽ എൻ്റെ ആദ്യ ഭാര്യയിൽ പിറന്ന മകളെയും എനിക്ക് അതുപോലെ സ്നേഹമുണ്ട്. അവളെ കൂടപ്പിറപ്പല്ലേ മരണപ്പെട്ടു പോയത്. സാരല്ല, എന്ത് ചെയ്യാൻ. പക്ഷേ ആ സ്നേഹം എൻ്റെ മനസ്സിൽ നിന്ന് മായൂല. എന്നും അവളുണ്ടാവും എൻ്റെ മനസ്സിൽ. ഓ, ഇനി അത് കേൾക്കാഞ്ഞാൽ മതിയായിരുന്നു അവൾ ജീവനോടെ ഉണ്ടെന്നുള്ള വാർത്ത. കേട്ടാൽ പിന്നെയും തുടങ്ങും ഇയാൾ ഓരോന്ന്. അയാൾ വിതുമ്പി കരഞ്ഞുപോയി. ഷക്കീല, നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? ഇത്രയധികം ക്രൂരയാവാൻ നിന്നെ കൊണ്ടാകുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതൊരു പെൺകുട്ടിയല്ലേ? ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് വേദനകൾ കടിച്ചമർത്തിയ നീ എത്രമാത്രം ഉപദ്രവിച്ചു. ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ ആ ഇരുട്ടറയിൽ. അതെ, എല്ലാം പഠിച്ചവനായിട്ട് തീർത്തോളും. അല്ലാതെ നിൻ്റെയൊക്കെ ഇടയിൽ ജീവിക്കാതിരിക്കുകയാണ് നല്ലത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേഗം പറഞ്ഞയച്ചത്. കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഹംദ എന്നുള്ള പേര് ഇവിടെ ഒച്ചിരിച്ച് പോയാലുണ്ടല്ലോ, ബാക്കി ഷക്കീലയുടെ വിവരം നിങ്ങളറിയും, ഓർത്തോ. ഷക്കീല, നീ ഒരു പിശാച്ചാണല്ലോ. ദേ മനുഷ്യ, അനാവശ്യം പറയരുത്. അതെ, നീ ഒരു പിശാച്ച് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്ത്രീ പിശാച്ചാണ് നീയെ. നിനക്കെങ്ങനെ കഴിയുന്നു ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? എനിക്ക് സംസാരിക്കാനുള്ളത് സംസാരിക്കുക തന്നെ ചെയ്യും. അല്ലാതെ നിങ്ങളുടെ കാൽ കീഴിൽ അംദയുടെയും അജ്മലിൻ്റെയും നിക്കാഹിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു നിങ്ങളല്ലേ? അതെ, എൻ്റെ മകളുടെ അസുഖമെല്ലാം ഭേദമാക്കിയത് അവനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചു പോയി. അവനെക്കൊണ്ട് നാണമില്ലല്ലോ മനുഷ്യ നിങ്ങൾക്ക്? ഒരു മലയാളി ചെക്കനെ കൊണ്ട് അറബി പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? എന്നാലും എന്താ, നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ ഭാഷ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അവനൊരു മുസ്ലിം തന്നെയല്ലേ? അതിനെന്താ? ഏത് നാട്ടുകാരായാലും ഏത് ഭാഷക്കാരായാലും എന്താ? അതിനൊന്നും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്നു അജ്മൽ എൻ്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചിരുന്നെങ്കിലെന്ന്. ഓഹോ, അപ്പം തന്തയും മോളും കൂടി അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു അല്ലേ? അതിനിടക്കാണ് അറബിയുമായുള്ള ഈ കല്യാണം ഞാനങ്ങ് നടത്തിയത്. അതേതായാലും നന്നായി. ഇനി അവളെ കിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? ഒരു ചെറുപ്രായക്കാരൻ, സുന്ദരനായ സുമുഖനായ ഒരാൾ അജ്മലും അവളും അവൾക്ക് കിട്ടിപ്പോയത് തന്നെ. എന്നിട്ട് വേണം അവർക്ക് സുഖമായി അങ്ങനെ ജീവിക്കാൻ. അതിന് ഷക്കീല സമ്മതിച്ചിട്ട് വേണ്ടേ? അറബി, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നൈസായ ടൈമിന് ഞാൻ ആ സ്പോട്ടിൽ പണി കൊടുത്തതുകൊണ്ട് പാളി. അല്ലെങ്കിൽ അവൾ ഒളിച്ചോടി പോയേനെ. ഒരു നിമിഷം അറബി പറഞ്ഞു, അതിനെന്താ, അതിനെനിക്ക് കുഴപ്പമില്ല. ഞാൻ നല്ല രീതിയിൽ നിക്കാഹ് ചെയ്ത് പറഞ്ഞേക്കും. അതെ, പറഞ്ഞിട്ട് കാര്യമില്ല. അവളൊക്കെ എത്തേണ്ടടുത്തെത്തി, പരലോകത്തെത്തിയ മകളെക്കുറിച്ച് ഇനി ഒരുപാട് സംസാരിച്ചിട്ട് കാര്യമില്ല. അത് കേട്ട് അറബി പൊട്ടി പൊട്ടിക്കരഞ്ഞു. അല്ലാ, നീ എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലാ. എൻ്റെ പൊന്നുമോളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ അവൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ഏതെങ്കിലും മക്കളെക്കുറിച്ച് അങ്ങനെ ആരെങ്കിലും പറയുമോ? അല്ലാ, ഹൃദയം പൊട്ടി. അറബി ദുആ ചെയ്തു. അതെ, കിടന്നു മോങ്ങാതെ നാളേക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കാൻ നോക്കാം. നാളത്തെ ഫംഗ്ഷന് ഹംദയില്ലാത്തത് വലിയൊരു ഭാഗ്യം തന്നെ. ഞാൻ ഒത്തിരി വെറുത്ത സംഭവമായിരുന്നു ഹംദ. ഏത് സമയവും ഹംദ. ഇപ്പോൾ അതിൻ്റെ ശല്യമില്ലല്ലോ, അതും വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഒഴിഞ്ഞു പോയി കിട്ടിയത് നല്ലൊരു ഭാഗ്യം. ഇനി ഞങ്ങളുടെ ഫാമിലി നല്ല രീതിയിൽ പോകും. അവൾ വല്ലാത്തൊരു ശല്യമായിരുന്നു. ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ അവൾക്ക് അതുപോലെ എടുക്കണം. അതാണ് അയാളുടെ പതിവ് പരിപാടി. പക്ഷേ ഇനി അതൊന്നും വേണ്ടല്ലോ. കഴിച്ചിലായി പോയത് തന്നെ. അബു ഹസൻ ഹർബി, അതായത് ഹംദയുടെ പിതാവ്, പൊട്ടിക്കരഞ്ഞു. തൻ്റെ മോൾ പരലോകത്തെത്തി, മരണപ്പെട്ടു മണ്ണിനടിയിലായി എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. മോളെ ഹംദ, ഉപ്പാനോട് പൊറുക്കണം മോളെ. ഉപ്പാക്ക് നിൻ്റെ ജീവിതത്തിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതെ, ഒരു നിക്കാഹ് പോലും ചെയ്തു തരാൻ മോൾക്ക് കഴിഞ്ഞില്ല. അതിനു മുമ്പായിട്ട് എൻ്റെ പൊന്നുമോള് യാത്രയായോ? എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഉപ്പയോട് പൊറുക്കണം. അതെ, അറബിക്ക് കണ്ണുനീര് നിൽക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഷക്കീൽ വന്നു. അതെ, കരഞ്ഞ് ഒരു ഭ്രാന്തനാകണ്ട മകളെ പോലെ. ഞങ്ങളെ കാര്യം നോക്കാനുള്ളതാണ്. ഒരു മകളെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. എന്താന്നില്ലേ, ഒരു മരിച്ചുപോയ മകളെക്കുറിച്ച് ഇത്രയധികം ആശങ്കപ്പെടുന്നൊരു പിതാവിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതൊക്കെ മരിച്ചുപോയി അവളുടെ ഉമ്മയുടെയും ആങ്ങളുടെയും അരികിലേക്ക് അവൾ പോയി കഴിഞ്ഞു. ഇനിയും നിങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഇവിടെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാൻ പാടില്ല. മനസ്സിലായല്ലോ?
അത് പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. എന്നാൽ അറബിക്ക് കണ്ണീരായിരുന്നു. ആ രാത്രി മുഴുവൻ അദ്ദേഹത്തിന് കണ്ണീരായിരുന്നു. അതെ, നാളത്തെ ഫംഗ്ഷന് എങ്ങനെ പങ്കെടുക്കും എന്ന് വരെ അദ്ദേഹം വിചാരിച്ചു. എൻ്റെ ഹംദ മോളെ, ഉപ്പയോട് പൊറുക്കണം മോളെ, മോളുടെ കാര്യങ്ങളൊന്നും പൂർത്തീകരിച്ച് തരാൻ ഉപ്പാക്ക് കഴിഞ്ഞില്ല മോളെ, എൻ്റെ പ്രിയപ്പെട്ട മോളെ. ആ പിതാവ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു പടച്ച റബ്ബിനോട്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.